സകലത്തിന്റെയും സൃഷ്ടാവും പിതാവുമായ ദൈവത്തിന്റെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഇന്ന് സെപ്റ്റംബർ 27. ഇന്ന് നമ്മൾ വായിക്കുന്ന ആദ്യത്തെ വായനാഭാഗം ദിനവൃത്താന്തം 1-ാം പുസ്തകം 10-ാം അധ്യായം. ദിനവൃത്താന്തം 1-ാം പുസ്തകം 10-ാം അധ്യായം 1-ാം വാക്യം മുതൽ. ഫെലിസ്തർ ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു. ഇസ്രായേലരോ ഫെലിസ്തരുടെ മുമ്പിൽ നിന്ന് ഓടി ഗിൽബോവ പർവ്വതത്തിൽ നിഹതന്മാരായി വീണു. ഫെലിസ്തർ ശൗലിനെയും മക്കളെയും പിന്തുടർന്നു ചെന്നു. ഫെലിസ്തർ ശൗലിന്റെ മക്കളായ യോനാഥാനെയും അബിനാദാബിനെയും മൽക്കീശുവെയും വെട്ടിക്കൊന്നു. പട ശൗലിന്റെ നേരെ ഏറ്റവും മുറുകി. വില്ലാളികൾ അവനെ കണ്ടു. വില്ലാളികളാൽ അവൻ വിഷമത്തിലായി. അപ്പോൾ ശൗൽ തന്റെ ആയുധവാഹകനോട്, ഈ അഗ്രചർമ്മികൾ വന്ന് എന്നെ അപമാനിക്കാതിരിക്കേണ്ടതിന് നിന്റെ വാൾ ഊരി എന്നെ കുത്തുക എന്ന് പറഞ്ഞു. അവന്റെ ആയുധവാഹകൻ ഏറ്റവും ഭയപ്പെട്ടതുകൊണ്ട് അവന് മനസ്സ് വന്നില്ല. അതുകൊണ്ട് ശൗൽ ഒരു വാൾ പിടിച്ച് അതിന്മേൽ വീണു. ശൗൽ മരിച്ചുവെന്ന് അവന്റെ ആയുധവാഹകൻ കണ്ടപ്പോൾ താനും അങ്ങനെ തന്നെ തന്റെ വാളിന്മേൽ വീണ് മരിച്ചു. ഇങ്ങനെ ശൗലും 3 മക്കളും അവന്റെ ഭവനമൊക്കെയും ഒരുമിച്ച് മരിച്ചു. അവർ ഓടിപ്പോയി ശൗലും മക്കളും മരിച്ചുവെന്ന് താഴ്വരയിലുള്ള ഇസ്രായേലരൊക്കെയും കണ്ടിട്ട് അവർ തങ്ങളുടെ പട്ടണങ്ങളെ വിട്ട് ഓടിപ്പോയി. ഫെലിസ്തർ വന്ന് അവയിൽ പാർത്തു. പിറ്റേന്നാൾ ഫെലിസ്തർ നിഹതന്മാരുടെ വസ്ത്രം ഉരുവാൻ വന്നപ്പോൾ ശൗലും പുത്രന്മാരും ഗിൽബോവ പർവ്വതത്തിൽ വീണു കിടക്കുന്നത് കണ്ടു. അവർ അവന്റെ വസ്ത്രാദികൾ ഉരിഞ്ഞ് അവന്റെ തലയും ആയുധവർഗവും എടുത്ത് തങ്ങളുടെ വിഗ്രഹക്ഷേത്രങ്ങളിലും ജനത്തിന്റെ ഇടയിലും വർത്തമാനം അറിയിക്കേണ്ടതിന് ഫെലിസ്ത്യ ദേശത്തെല്ലായിടവും ആളയച്ചു. അവന്റെ ആയുധവർഗം അവർ തങ്ങളുടെ ദേവന്റെ ക്ഷേത്രത്തിൽ വെച്ചു. അവന്റെ തലയെ ദാഗോന്റെ ക്ഷേത്രത്തിലും തറച്ചു. ഫെലിസ്ത്യർ ശൗലിനോട് ചെയ്തതൊക്കെയും ഗിലെയാദിനെ യാബേസ് മുഴുവനും കേട്ടപ്പോൾ ശൂരന്മാരെല്ലാവരും പുറപ്പെട്ട് ശൗലിന്റെ ശവവും അവന്റെ പുത്രന്മാരുടെ ശവങ്ങളും എടുത്ത് യാബേസിലേക്ക് കൊണ്ടുവന്നു. അവരുടെ അസ്ഥികളെ യാബേസിലെ കരുവേലകത്തിന് കീഴിൽ കുഴിച്ചിട്ട് 7 ദിവസം ഉപവസിച്ചു. ഇങ്ങനെ ശൗൽ യഹോവയോട് ചെയ്ത അതിക്രമം ഹേതുവായും യഹോവയുടെ വചനം പ്രമാണിക്കായകയാലും വെളിച്ചപ്പാടത്തിയോട് അരുളപ്പാട് ചോദിച്ചതിനാലും മരിക്കേണ്ടി വന്നു. അവൻ യഹോവയോട് അരുളപ്പാട് ചോദിക്കായകയാൽ അവൻ അവനെ കൊന്ന് രാജത്വം ഈശായുടെ മകനായ ദാവീദിന് കൊടുത്തു. നമ്മൾ വായിക്കുന്ന രണ്ടാമത്തെ വായനാഭാഗം യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 23-ാം അധ്യായം. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 23-ാം അധ്യായം 1-ാം വാക്യം മുതൽ. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, മനുഷ്യപുത്ര, ഒരമ്മയുടെ മക്കളായ 2 സ്ത്രീകൾ ഉണ്ടായിരുന്നു. അവർ മിസ്രയീമിൽ വെച്ച് പരസംഗം ചെയ്തു. യൗവനത്തിൽ തന്നെ അവർ പരസംഗം ചെയ്തു. അവിടെ അവരുടെ മുല പിടിച്ച് അവരുടെ കന്യാകുജാഗ്രം ഞെക്കി. അവരിൽ മൂത്തവൾക്ക് ഒഹോല എന്നും ഇളയവൾക്ക് ഒഹോലീബ എന്നും പേരായിരുന്നു. അവർ എനിക്കുള്ളവരായിരുന്ന പുത്രന്മാരെയും പുത്രിമാരെയും പ്രസവിച്ചു. അവരുടെ പേരോ ഒഹോല എന്നത് ശമരിയയും ഒഹോലീബ എന്നത് യെരൂശലേമും ആകുന്നു. എന്നാൽ ഒഹോല എന്നെ വിട്ട് പരസംഗം ചെയ്തു. അവൾ ധൂമ്രവസ്ത്രം ധരിച്ച ദേശാധിപതികളും സ്ഥാനാപതികളും ഒട്ടൊഴിയാതെ മനോഹര യുവാക്കളും കുതിരപ്പുറത്ത് കയറി ഓടിക്കുന്നവരുമായ സമീപസ്ഥരായ അശൂര്യജാരന്മാരെ മോഹിച്ചു. അശൂര്യ ശ്രേഷ്ഠന്മാരായവരോട് ഒക്കെയും തന്റെ വേശ്യാവിധികളെ ചെലവഴിച്ച് താൻ മോഹിച്ചു പോന്ന ഏവരെയും സകല വിഗ്രഹങ്ങളെ കൊണ്ടും തന്നെത്താൻ മലിനയാക്കി. മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്ന തന്റെ വേശ്യാവൃത്തിയും അവൾ വിട്ടില്ല. അവർ അവളുടെ യൗവനത്തിൽ അവളോടുകൂടെ ശയിച്ചു. അവളുടെ കന്യാകുജാഗരം ഞെക്കി തങ്ങളുടെ പരസംഗം അവളുടെ മേൽ ചൊരിഞ്ഞു. അതുകൊണ്ട് ഞാൻ അവളെ അവളുടെ ജാരന്മാരുടെ കയ്യിൽ, അവൾ മോഹിച്ചിരുന്ന അശൂര്യരുടെ കയ്യിൽ തന്നെ ഏൽപ്പിച്ചു. അവർ അവളുടെ നഗ്നത അനാവൃതമാക്കി അവളുടെ പുത്രന്മാരെയും പുത്രിമാരെയും പിടിക്കുകയും അവളെ വാൾ കൊണ്ട് കൊല്ലുകയും ചെയ്തു. അവർ അവളുടെ മേൽ വിധി നടത്തിയതുകൊണ്ട് അവൾ സ്ത്രീകളുടെ ഇടയിൽ ഒരു നിന്ദാപാത്രമായി തീർന്നു. എന്നാൽ അവളുടെ സഹോദരിയായ ഒഹോലിബ ഇത് കണ്ടിട്ടും തന്റെ കാമവികാരത്തിൽ അവളെക്കാളും തന്റെ വേശ്യാവൃത്തിയിൽ സഹോദരിയുടെ വേശ്യാവൃത്തിയേക്കാളും അധികം വഷളത്വം പ്രവർത്തിച്ചു. മോടിയായി ഉടുത്തു ചമഞ്ഞ ദേശാധിപതികളും സ്ഥാനാപതികളും കുതിരപ്പുറത്ത് കയറി ഓടിക്കുന്നവരും ഒട്ടൊഴിയാതെ മനോഹര യുവാക്കളുമായി സമീപസ്ഥരായ അശൂര്യരെ മോഹിച്ച് അവളും തന്നെത്താൻ മലിനയാക്കി എന്ന് ഞാൻ കണ്ടു. ഇരുവരും ഒരു വഴിയിൽ തന്നെ നടന്നു. അവൾ പിന്നെയും പരസംഗം ചെയ്തുകൊണ്ടിരുന്നു. ചായില്യം കൊണ്ട് എഴുതിയ കൽദേയരുടെ ചിത്രങ്ങളെ കൽദേ ദേശം ജന്മഭൂമിയായുള്ള ബാബേൽക്കാരുടെ രൂപത്തിൽ അരയ്ക്ക് കച്ചകെട്ടി തലയിൽ തലപ്പാവ് ചുറ്റി കാഴ്ചയ്ക്ക് ഒട്ടൊഴിയാതെ പ്രഭുക്കന്മാരായിരിക്കുന്ന പുരുഷന്മാരുടെ ചിത്രങ്ങളെ തന്നെ ചുവരിന്മേൽ വരച്ചിരിക്കുന്നത് അവൾ കണ്ടു. കണ്ട ഉടനെ അവൾ അവരെ മോഹിച്ചു. കൽദേ ദേശത്തിലേക്ക് അവരുടെ അടുക്കൽ ദൂതന്മാരെ അയച്ചു.
അങ്ങനെ ബാബേൽക്കാർ പ്രേമശയനത്തിനായി അവളുടെ അടുക്കൽ വന്ന് പരസംഗം കൊണ്ട് അവളെ മലിനയാക്കി. അവൾ അവരാൽ മലിനയായി തീർന്നു. പിന്നെ അവൾക്ക് അവരോട് വെറുപ്പ് തോന്നി. ഇങ്ങനെ അവൾ തന്റെ പരസംഗം വെളിപ്പെടുത്തി തന്റെ നഗ്നത അനാവൃതമാക്കിയപ്പോൾ എനിക്ക് അവളുടെ സഹോദരിയോട് വെറുപ്പ് തോന്നിയതുപോലെ അവളോടും വെറുപ്പ് തോന്നി. എന്നിട്ടും അവൾ മിസ്രൈം ദേശത്ത് വെച്ച് പരസംഗം ചെയ്ത തന്റെ യൗവനകാലം ഓർത്ത് പരസംഗം വർദ്ധിപ്പിച്ചു. കഴുതകളുടെ ലിംഗം പോലെ ലിംഗവും കുതിരകളുടെ ബീജശ്രവണം പോലെ ബീജശ്രവണവുമുള്ള ജാരന്മാരെ അവൾ മോഹിച്ച്, ഇങ്ങനെ നിന്റെ യൗവന സ്ഥലങ്ങൾ നിമിത്തം മിസ്രൈമർ നിന്റെ ഉജാഗരങ്ങളെ ഞെക്കിയതുമായ നിന്റെ യൗവനത്തിലെ ദുഷ്കർമ്മം നീ തിരിഞ്ഞു നോക്കി. അതുകൊണ്ട് ഒഹോലീബായെ, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: ബാബേൽക്കാർ, കൽദേർ ഒക്കെയും, ബെക്കോദ്യർ, ശോവ്യർ, ഗോവ്യർ, അശൂര്യർ ഒക്കെയും എന്നിങ്ങനെ മനോഹര യുവാക്കളും ദേശാധിപതികളും സ്ഥാനാപതികളും ഒട്ടൊഴിയാതെ പ്രഭുക്കന്മാരും വിശ്രുതന്മാരും കുതിരപ്പുറത്ത് കയറി ഓടിക്കുന്നവരുമായി നിനക്ക് വെറുപ്പ് തോന്നിയിരിക്കുന്ന നിന്റെ ജാരന്മാരെ ഞാൻ നിനക്ക് വിരോധമായി ഉണർത്തി ചുറ്റും നിന്റെ നേരെ വരുത്തും. അവർ അനവധി രഥങ്ങളും വണ്ടികളും ഒരു ജനസമൂഹവുമായി നിന്റെ നേരെ വരും. അവർ പരിചയും പലകയും പിടിച്ച് തലക്കോരിക ഇട്ടുകൊണ്ട് നിന്നെ വന്ന് വളയും. ഞാൻ ന്യായവിധി അവർക്ക് ഫലമേൽപ്പിക്കും. അവർ തങ്ങളുടെ ന്യായങ്ങൾക്ക് അനുസാരമായി നിന്നെ ന്യായം വിധിക്കും. ഞാൻ എന്റെ തീക്ഷ്ണത നിന്റെ നേരെ പ്രയോഗിക്കും. അവർ ക്രോധത്തോടെ നിന്നോട് പെരുമാറും. അവർ നിന്റെ മൂക്കും ചെവിയും ചെത്തിക്കളയും. നിനക്ക് ശേഷിപ്പുള്ളവർ വാൾ കൊണ്ട് വീഴും. അവർ നിന്റെ പുത്രന്മാരെയും പുത്രിമാരെയും പിടിച്ച് കൊണ്ടുപോകും. നിനക്ക് ശേഷിപ്പുള്ളവർ തീക്കിരയാകും. അവർ നിന്റെ വസ്ത്രമൊരിഞ്ഞ് ആഭരണങ്ങളെ എടുത്തു കളയും. ഇങ്ങനെ ഞാൻ നിന്റെ ദുർമര്യാദയും മിസ്രൈം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നിന്റെ വേശ്യാവൃത്തിയും നിർത്തലാക്കും. നീ ഇന്ന് അവരെ തലപൊക്കി നോക്കുകയില്ല, മിസ്രൈമിനെ ഓർക്കുകയുമില്ല. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഞാൻ നിന്നെ നീ പകയ്ക്കുന്നവരുടെ കയ്യിൽ, നിനക്ക് വെറുപ്പ് തോന്നുന്നവരുടെ കയ്യിൽ തന്നെ ഏൽപ്പിക്കും. അവർ പകയോടെ നിന്നോട് പെരുമാറി നിന്റെ സമ്പാദ്യമൊക്കെയും എടുത്ത് നിന്നെ നഗ്നയും അനാവൃതയും ആക്കും. അങ്ങനെ നിന്റെ വേശ്യാവൃത്തിയുടെ നഗ്നതയും നിന്റെ ദുർമര്യാദയും പരസംഗങ്ങളും വെളിപ്പെട്ടു വരും. നീ ജാതികളോട് ചേർന്ന് പരസംഗം ചെയ്തതുകൊണ്ടും അവരുടെ വിഗ്രഹങ്ങളാൽ നിന്നെ തന്നെ മലിനയാക്കിയതുകൊണ്ടും ഇത് നിനക്ക് ഭവിക്കും. നീ സഹോദരിയുടെ വഴിയിൽ നടന്നതുകൊണ്ട് ഞാൻ അവളുടെ പാനപാത്രം നിന്റെ കയ്യിൽ തരും. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: നീ സഹോദരിയുടെ കുഴിയും വട്ടവുമുള്ള പാനപാത്രത്തിൽ നിന്ന് കുടിച്ച് നിന്ദയ്ക്കും പരിഹാസത്തിനും വിഷയമായി തീരും. അതിൽ വളരെ കൊള്ളുമല്ലോ. സ്തംഭനവും ശൂന്യതയുമുള്ള പാനപാത്രമായി നിന്റെ സഹോദരി ശമരിയുടെ പാനപാത്രമായ ലഹരിയും ദുഃഖവും കൊണ്ട് നീ നിറഞ്ഞിരിക്കുന്നു. നീ അത് കുടിച്ചു വറ്റിച്ച് ഉടച്ച് കഷ്ണങ്ങളെ നക്കി നിന്റെ മുലകളെ കീറിക്കളയും. ഞാനത് കൽപ്പിച്ചിരിക്കുന്നുവെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ആകയാൽ യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: നീ എന്നെ മറന്ന് എന്നെ നിന്റെ പുറകിൽ എറിഞ്ഞു കളകൊണ്ട് നീ നിന്റെ ദുർമര്യാദയും പരസംഗവും വഹിക്കാം. പിന്നെയും യഹോവ എന്നോട് അരുളി ചെയ്തത്: മനുഷ്യപുത്ര, നീ ഒഹോലയും ഒഹോലീബായും ന്യായം വിധിക്കുമോ? എന്നാൽ അവരുടെ മ്ലേച്ഛതകളെ അവരോട് അറിയിക്കാം. അവർ വ്യഭിചാരം ചെയ്തു, അവരുടെ കയ്യിൽ രക്തമുണ്ട്. തങ്ങളുടെ വിഗ്രഹങ്ങളോട് അവർ വ്യഭിചാരം ചെയ്തു. അവർ എനിക്ക് പ്രസവിച്ച മക്കളെ അവയ്ക്ക് ഭോജനമായി അഗ്നിപ്രവേശം ചെയ്യിച്ചു. ഒന്നുകൂടെ അവർ എന്നോട് ചെയ്തിരിക്കുന്നു. അന്നാളിൽ തന്നെ അവർ എന്റെ വിശുദ്ധ മന്ദിരത്തെ തീണ്ടിച്ച് എന്റെ ശവത്തുക്കളെ അശുദ്ധമാക്കി. അവർ തങ്ങളുടെ മക്കളെ വിഗ്രഹങ്ങൾക്ക് വേണ്ടി കൊന്ന ശേഷം അന്ന് തന്നെ അവർ എന്റെ വിശുദ്ധ മന്ദിരത്തെ അശുദ്ധമാക്കേണ്ടതിന് അതിലേക്ക് വന്നു. ഇങ്ങനെ അത്രേ അവർ എന്റെ ആലയത്തിന്റെ നടുവിൽ ചെയ്തത്. ഇതുകൂടാതെ ദൂരത്തു നിന്ന് വന്ന പുരുഷന്മാർക്ക് അവർ ആളയച്ചു. ഒരു ദൂതൻ അവരുടെ അടുക്കൽ ചെന്ന ഉടനെ അവർ വന്നു. അവർക്ക് വേണ്ടി നീ കുളിച്ചു കണ്ണിൽ മഷി എഴുതി ആഭരണമണിഞ്ഞ് ഭംഗിയുള്ളൊരു കട്ടിൽമേലിരുന്നു. അതിന്റെ മുമ്പിൽ ഒരു മേശ ഒരുക്കി അതിന്മേൽ എന്റെ കുന്തിരുക്കവും എണ്ണയും വെച്ചു. നിർഭയമായിരിക്കുന്ന ഒരു പുരുഷാരത്തിന്റെ കോശം അവളോടുകൂടെ ഉണ്ടായിരുന്നു. ജനസമൂഹത്തിലെ പുരുഷന്മാരുടെ അടുക്കൽ അവർ ആളയച്ച് മരുഭൂമിയിൽ നിന്ന് കുടിയാന്മാരെ കൊണ്ടുവന്നു. അവർ അവരുടെ കൈക്ക് വളയിടുകയും തലയിൽ ഭംഗിയുള്ള കിരീടങ്ങൾ വെക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ, കിഴവിയായവൾ വ്യഭിചാരം ചെയ്യും, ഇപ്പോൾ അവർ അവളോടും അവൾ അവരോടും പരസംഗം ചെയ്യും എന്ന് പറഞ്ഞു. അങ്ങനെ വേശ്യയുടെ അടുക്കൽ ചെല്ലുന്നത് പോലെ അവർ അവളുടെ അടുക്കൽ ചെന്നു. അതെ, അവർ കാമുകികളായ ഒഹോലയുടെ അടുക്കലും ഒഹോലീബായുടെ അടുക്കലും ചെന്നു. എന്നാൽ നീതിമാന്മാരായ പുരുഷന്മാർ വ്യഭിചാരിണികൾക്ക് തക്ക ന്യായപ്രകാരവും രക്തപാതകികൾക്ക് തക്ക ന്യായപ്രകാരവും അവരെ ന്യായം വിധിക്കും. അവർ വ്യഭിചാരിണികളല്ലോ, അവരുടെ കയ്യിൽ രക്തവുമുണ്ട്. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഞാൻ അവരുടെ നേരെ ഒരു സഭ കൂട്ടി അവരെ പരിഭ്രമത്തിനും കവർച്ചയ്ക്കും ഏൽപ്പിക്കും. ആ സഭ അവരെ കല്ലെറിഞ്ഞ് വാൾ കൊണ്ട് വെട്ടിക്കളയും.
അവരുടെ പുത്രന്മാരെയും പുത്രിമാരെയും അവർ കൊന്ന് അവരുടെ വീടുകളെ തീ വെച്ച് ചുട്ടുകളയും. ഇങ്ങനെ നിങ്ങളുടെ ദുർമര്യാദ പോലെ ചെയ്യാതിരിപ്പാൻ സകല സ്ത്രീകളും ഒരു പാഠം പഠിക്കേണ്ടതിന് ഞാൻ ദുർമര്യാദ ദേശത്ത് നിന്ന് നീക്കിക്കളയും. അങ്ങനെ അവർ നിങ്ങളുടെ ദുർമര്യാദയ്ക്ക് തക്കവണ്ണം നിങ്ങൾക്ക് പകരം ചെയ്യും. നിങ്ങൾ നിങ്ങളുടെ വിഗ്രഹങ്ങളുടെ പാപങ്ങളെ ചുമക്കേണ്ടി വരും. ഞാൻ യഹോവയായ കർത്താവ് എന്ന് നിങ്ങൾ അറിയും. ഇന്ന് നമ്മൾ വായിക്കുന്ന മൂന്നാമത്തെ വായനാഭാഗം ലൂക്കോസ് എഴുതിയ സുവിശേഷം 20-ാം അധ്യായം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 1-ാം വാക്യം മുതൽ. ആ ദിവസങ്ങളിൽ ഒന്നിൽ യേശു ദേവാലയത്തിൽ ജനത്തോട് ഉപദേശിച്ച് സുവിശേഷം അറിയിക്കുമ്പോൾ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും മൂപ്പന്മാരുമായി അടുത്തു വന്ന് അവനോട്, നീ എന്ത് അധികാരം കൊണ്ട് ഇത് ചെയ്യുന്നു? ഈ അധികാരം നിനക്ക് തന്നത് ആർ? ഞങ്ങളോട് പറക എന്ന് പറഞ്ഞു. അതിന് ഉത്തരമായി അവൻ, ഞാനും നിങ്ങളോട് ഒരു വാക്ക് ചോദിക്കും, അത് എന്നോട് പറവിൻ. യോഹന്നാന്റെ സ്നാനം സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ ഉണ്ടായത് എന്ന് ചോദിച്ചു. അവർ തമ്മിൽ നിരൂപിച്ചു. സ്വർഗത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ അവനെ വിശ്വസിക്കാഞ്ഞത് എന്ത് എന്ന് അവൻ ചോദിക്കും. മനുഷ്യരിൽ നിന്ന് എന്ന് പറഞ്ഞാലോ, ജനമൊക്കെയും യോഹന്നാൻ ഒരു പ്രവാചകൻ എന്ന് ഉറച്ചിരിക്കൊണ്ട് നമ്മെ കല്ലെറിയും എന്ന് പറഞ്ഞിട്ട് എവിടെ നിന്നോ ഞങ്ങൾ അറിയുന്നില്ല എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവരോട്, എന്നാൽ ഞാൻ ഇത് ചെയ്യുന്നത് ഇന്ന അധികാരം കൊണ്ടാകുന്നു എന്നുള്ളത് ഞാനും നിങ്ങളോട് പറയുന്നില്ല എന്ന് പറഞ്ഞു. അനന്തരം അവൻ ജനത്തോട് ഉപമ പറഞ്ഞത് എന്തെന്നാൽ, ഒരു മനുഷ്യൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി കുടിയാന്മാരെ പാട്ടത്തിന് ഏൽപ്പിച്ചിട്ട് ഏറെ കാലം പരദേശത്ത് പോയി പാർത്തു. സമയമായപ്പോൾ കുടിയാന്മാരോട് തോട്ടത്തിന്റെ അനുഭവം വാങ്ങേണ്ടതിന് അവരുടെ അടുക്കൽ ഒരു ദാസനെ അയച്ചു. അവനെ കുടിയാന്മാർ തല്ലി വെറുതെ അയച്ചു കളഞ്ഞു. അവൻ മറ്റൊരു ദാസനെ പറഞ്ഞയച്ചു. അവനെയും അവർ തല്ലി അപമാനിച്ച് വെറുതെ അയച്ചു കളഞ്ഞു. അവൻ മൂന്നാമത് ഒരുത്തനെ പറഞ്ഞയച്ചു. അവർ അവനെയും മുറിവേൽപ്പിച്ച് പുറത്താക്കി കളഞ്ഞു. അപ്പോൾ മുന്തിരിത്തോട്ടത്തിന്റെ ഉടമസ്ഥൻ, ഞാൻ എന്തു ചെയ്യണ്ടു? എന്റെ പ്രിയപുത്രനെ അയക്കും, പക്ഷേ അവർ അവനെ ശങ്കിക്കും എന്ന് പറഞ്ഞു. കുടിയാന്മാർ അവനെ കണ്ടിട്ട്, ഇവൻ അവകാശി, അവകാശം നമുക്ക് ആകേണ്ടതിന് നാം അവനെ കൊന്നുകളക എന്ന് തമ്മിൽ ആലോചിച്ച് പറഞ്ഞു. അവർ അവനെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി കൊന്നുകളഞ്ഞു. എന്നാൽ തോട്ടത്തിന്റെ ഉടമസ്ഥൻ അവരോട് എന്തു ചെയ്യും? അവൻ വന്ന് ആ കുടിയാന്മാരെ നിഗ്രഹിച്ച് തോട്ടം അന്യന്മാർക്ക് ഏൽപ്പിച്ചു കൊടുക്കും. അത് കേട്ടിട്ട് അവർ, അങ്ങനെ ഒരു നാളും സംഭവിക്കുകയില്ല എന്ന് പറഞ്ഞു. അവനോ അവരെ നോക്കി, എന്നാൽ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നത് എന്ത്? ആ കല്ലിന്മേൽ വീഴുന്ന ഏവനും തകർന്നു പോകും. അത് ആരുടെ മേലെങ്കിലും വീണാൽ അവനെ ധൂളിപ്പിക്കും എന്ന് പറഞ്ഞു. ഈ ഉപമ തങ്ങളെക്കുറിച്ച് പറഞ്ഞുവെന്ന് ശാസ്ത്രിമാരും മഹാപുരോഹിതന്മാരും ഗ്രഹിച്ചിട്ട് ആ നാഴികയിൽ തന്നെ അവന്റെ മേൽ കൈവെപ്പാൻ നോക്കിയെങ്കിലും ജനത്തെ ഭയപ്പെട്ടു. പിന്നെ അവർ അവനെ നാടുവാഴിയുടെ അധീനതയിലും അധികാരത്തിലും ഏൽപ്പിപ്പാൻ തക്കവണ്ണം അവനെ വാക്കിൽ പിടിക്കേണ്ടതിന് തക്കം നോക്കി നീതിമാന്മാർ എന്ന് നടിക്കുന്ന ഒറ്റുകാരെ അയച്ചു. അവർ അവനോട്, ഗുരു, നീ നേർ പറഞ്ഞ് ഉപദേശിക്കുകയും മുഖപക്ഷം നോക്കാതെ ദൈവത്തിന്റെ വഴി യഥാർത്ഥമായി പഠിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. നാം കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ അല്ലയോ എന്ന് ചോദിച്ചു. അവരുടെ ഉപായം ഗ്രഹിച്ചിട്ട് അവൻ അവരോട്, ഒരു വെള്ളിക്കാശ് കാണിപ്പിൻ. അതിലുള്ള സ്വരൂപവും മേലെഴുത്തും ആരുടേത് എന്ന് ചോദിച്ചതിന് കൈസറുടേത് എന്ന് അവർ പറഞ്ഞു. എന്നാൽ കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുപ്പിൻ എന്ന് അവൻ അവരോട് പറഞ്ഞു. അങ്ങനെ അവർ ജനത്തിന്റെ മുമ്പിൽ വെച്ച് അവനെ വാക്കിൽ പിടിപ്പാൻ കഴിയാതെ അവന്റെ ഉത്തരത്തിൽ ആശ്ചര്യപ്പെട്ട് മിണ്ടാതിരുന്നു. പുനരുത്ഥാനം ഇല്ല എന്ന് പറയുന്ന സദുക്കരിൽ ചിലർ അടുത്തു വന്ന് അവനോട് ചോദിച്ചത്, ഗുരു, ഒരുത്തന്റെ സഹോദരൻ വിവാഹം കഴിച്ചിട്ട് മക്കളില്ലാതെ മരിച്ചുപോയാൽ അവന്റെ സഹോദരൻ അവന്റെ ഭാര്യയെ പരിഗ്രഹിച്ച് സഹോദരന് സന്തതിയെ ജനിപ്പിക്കണമെന്ന് മോശെ എഴുതിയിരിക്കുന്നു. എന്നാൽ 7 സഹോദരന്മാർ ഉണ്ടായിരുന്നു. അവരിൽ ഒന്നാമത്തവൻ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ച് മക്കളില്ലാതെ മരിച്ചുപോയി. രണ്ടാമത്തവനും മൂന്നാമത്തവനും അവളെ പരിഗ്രഹിച്ചു. അവണ്ണം 7 പേരും ചെയ്ത് മക്കളില്ലാതെ മരിച്ചുപോയി. ഒടുവിൽ സ്ത്രീ മരിച്ചു. എന്നാൽ പുനരുത്ഥാനത്തിൽ അവൾ അവരിൽ ഏവന് ഭാര്യയാകും. 7 പേർക്കും ഭാര്യയായിരുന്നുവല്ലോ. അതിന് യേശു ഉത്തരം പറഞ്ഞത്, ഈ ലോകത്തിന്റെ മക്കൾ വിവാഹം കഴിക്കുകയും വിവാഹത്തിന് കൊടുക്കുകയും ചെയ്യുന്നു. എങ്കിലും ആ ലോകത്തിനും മരിച്ചവരിൽ നിന്നുള്ള പുനരുത്ഥാനത്തിനും യോഗ്യരായവർ വിവാഹം കഴിക്കുകയുമില്ല, വിവാഹത്തിന് കൊടുക്കപ്പെടുകയുമില്ല. അവർക്ക് ഇനി മരിപ്പാനും കഴിയുകയില്ല. അവർ പുനരുത്ഥാന പുത്രന്മാരാകയാൽ ദൈവദൂത തുല്യരും ദൈവപുത്രന്മാരും ആകുന്നു. മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നു എന്നതോ മോശെ ഉൾപ്പടർപ്പ് ഭാഗത്ത് കർത്താവിനെ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവും എന്ന് പറയുന്നതിനാൽ സൂചിപ്പിച്ചിരിക്കുന്നു. ദൈവമോ മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവമത്രേ. എല്ലാവരും അവന് ജീവിച്ചിരിക്കുന്നുവല്ലോ. അതിന് ചില ശാസ്ത്രിമാർ, ഗുരു, നീ പറഞ്ഞത് ശരിയെന്ന് ഉത്തരം പറഞ്ഞു.
പിന്നെ അവനോട് ഒന്നും ചോദിപ്പാൻ അവർ തുനിഞ്ഞതുമില്ല. എന്നാൽ അവൻ അവരോട്, ക്രിസ്തു ദാവീദിന്റെ പുത്രൻ എന്ന് പറയുന്നത് എങ്ങനെ? കർത്താവ് എന്റെ കർത്താവിനോട്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കോളം എന്റെ വലത്ത് ഭാഗത്തിരിക്ക എന്ന് അരുളി ചെയ്തു എന്ന് സങ്കീർത്തന പുസ്തകത്തിൽ ദാവീദ് തന്നെ പറയുന്നുവല്ലോ. ദാവീദ് അവനെ കർത്താവ് എന്ന് വിളിക്കുന്നു. പിന്നെ അവന്റെ പുത്രൻ ആകുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു. എന്നാൽ ജനമൊക്കെയും കേൾക്കെ അവൻ തന്റെ ശിഷ്യന്മാരോട്, നിലയങ്കികളോടെ നടപ്പാൻ ഇച്ഛിക്കുകയും അങ്ങാടിയിൽ വന്ദനവും പള്ളിയിൽ മുഖ്യാസനവും അത്താഴത്തിൽ പ്രധാന സ്ഥലവും പ്രിയപ്പെടുകയും ചെയ്യുന്ന ശാസ്ത്രിമാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. അവർ വിധവമാരുടെ വീടുകളെ വിഴുകുകയും ഉപായരൂപേണ ദീർഘമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അവർക്ക് ഏറ്റവും വലിയ ശിക്ഷാവിധി വരും. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട ഈ വേദഭാഗങ്ങളാൽ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ ക്രിസ്തുയേശുവിൽ നിന്നും ഏവർക്കും കൃപയും കനിവും സമാധാനവും ഉണ്ടാകട്ടെ. ആമേൻ.